ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ പാദത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് അല്പസമയം ദൈവചിന്തയിലേക്ക് കടന്നു പോകാം. ഇത് വീക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു ജീവനുള്ള പൈതൃകം. സംഖ്യാപുസ്തകം 12:6 ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ട് എങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. 70 വർഷത്തെ കാലയളവിൽ LNG വൈറ്റിന് ഏകദേശം 2000 പരം ദർശനങ്ങൾ ലഭിക്കുകയുണ്ടായി. അഡ്വന്റിസ്റ്റ് പൈതൃകത്തിൽ LNG വൈറ്റിനുള്ള പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഒരുപക്ഷെ കേവലം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ശ്രീമതി വൈറ്റിൻ്റെ ലേഖനങ്ങൾ വളരെയധികം ജനങ്ങളിലേക്ക് ആത്മീയ വെളിച്ചം പകർന്നു കൊടുത്ത ഒന്നാണ്. അവരുടെ ജീവിത കാലയളവിൽ ഏകദേശം 70 വയസ്സ് വരെ ജീവിച്ച അവരുടെ കാലയളവിൽ 2000-ൽ പരം ദർശനങ്ങൾ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ അവർ ആരോഗ്യം, വിദ്യാഭ്യാസം, വർജനം, കുടുംബം എന്നീ കാര്യങ്ങളിലൂടെ അതിമനോഹരമായ ലേഖനങ്ങൾ എഴുതുകയും അത് അനേകർക്ക് ആത്മീയമായ പ്രചോദനം ലഭിക്കാനിടയാകുകയും ചെയ്തു. ഒരുപക്ഷെ അവരുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കേവലം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വ്യക്തിയുടെ ലേഖനങ്ങളാണ് എന്ന് നമുക്കൊരിക്കലും അനുഭവപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവികമായ അനുഗ്രഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അവർക്ക് ലഭിച്ചത് മൂലമാണ് അപ്രകാരം അത് എഴുതുവാനായിട്ട് സാധിച്ചത്. പല ആരോഗ്യ ലേഖനങ്ങളിലും, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ ജൂൺ 2017 ഇറക്കിയ മാഗസിനിൽ അവർ പ്രത്യേകമായി എടുത്തു പറയുന്നത് ശ്രീമതി വൈറ്റിൻ്റെ ആരോഗ്യ ലേഖനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതായ കാര്യങ്ങളാണ് അവർ നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ജേർണൽ ഓഫ് ജെറിയാട്രിക് കാർഡിയോളജി മെയ് 2017 പ്രസിദ്ധീകരിച്ചതിലും ശ്രീമതി വൈറ്റിൻ്റെ ആരോഗ്യ ലേഖനങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് അത്ഭുതമായിരിക്കാം, വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നതായ ഒരു വ്യക്തിയുടെ ലേഖനങ്ങൾ ആരോഗ്യ സർവകലാശാലകളിൽ പോലും അത് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരത് റെഫറൻസിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇത് ദൈവം അവർക്ക് കൊടുത്ത ദർശനത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. LNG വൈറ്റിൻ്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ രചനകളൊന്നും തന്നെ ബൈബിളിന് പകരമല്ല. അവർ തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്, തൻ്റെ എഴുത്തുകൾ എല്ലാം ആത്മീക ജീവിതത്തിന് പ്രയോജനകരമായി തീരുവാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിലേക്ക് ആത്മീക ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു വെളിച്ചം മാത്രമാണ് തൻ്റെ ലേഖനങ്ങളെന്ന്. ഒരുപക്ഷെ നമ്മളേവരും ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം LNG വൈറ്റിന് ബൈബിളിനെ കഴിഞ്ഞ് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മറിച്ച് അവർ നമുക്ക് ആത്മീക ജീവിതം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അത് ഉയർത്തുന്നതിന് വേണ്ടി ഇവരുടെ ലേഖനങ്ങൾ നമ്മൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നുള്ളതാണ് സത്യം. ഭൗമികമായി കുറവുകളുള്ളതും കൊണ്ട് ഒരു നല്ല ഹൃദയത്തെ സ്പർശിക്കുന്നതായ ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ശ്രീമതി വൈറ്റിന് സാധിച്ചുവെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും ആ ദർശന പൈതൃകവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ തലക്കെട്ട് തന്നെ തന്നിരിക്കുന്നത്, ഒരു ജീവനുള്ള പൈതൃകം നമ്മുടെ അഡ്വന്റിസ്റ്റ് സമൂഹത്തിലും ഉണ്ട് എന്നുള്ളത്. അവരുടെ ലേഖനങ്ങൾ നമ്മൾക്കും ഒരു പ്രവചനത്തിൻ്റെതായ അനുഭവമായി തീരുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: നമ്മൾ ആ LNG വൈറ്റിൻ്റെ പൈതൃകം അത് ദൈവത്താൽ ഉളവായതാണ് എന്ന് വിശ്വസിക്കുകയും
അതുപോലെ തന്നെ അവർ എഴുതിയതായ ക്രിസ്തുവിലേക്കുള്ള പടികൾ എന്ന പുസ്തകം നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും വേണം. അതിലൂടെ അനേകർക്ക് ദൈവ സത്യം മനസ്സിലാക്കുന്നതിനും ആത്മീക ജീവിതം നയിക്കുവാനായിട്ടും അതിൽ സാധിക്കും. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തികൾ കൊണ്ടുവരേണ്ടതായ ഒരു കാര്യം. തീർച്ചയായിട്ടും എലൻ ജി വൈറ്റിൻ്റെ എല്ലാ ലേഖനങ്ങളും ദർശനങ്ങളും നമുക്ക് മറ്റുള്ളവരെയും നമുക്കും തന്നെ ആത്മീകമായ ഉണർവിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അതിന് ഈ ഒരു പ്രഭാതം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളെ വാസം ചെയ്യുന്ന ദൈവങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് അങ്ങയുടെ മകളിൽ കൂടെ ലഭിച്ചതായ ദർശനങ്ങളെപ്പറ്റി അറിയുവാനായിട്ട് സാധിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ ദൈവസത്യത്തിലേക്ക് നയിക്കുവാനായിട്ട് ഉള്ളതായ മാർഗങ്ങൾ അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീമതി വൈറ്റിൻ്റെ ലേഖനങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അതിനെ പ്രയോജനപ്പെടുത്തുമാറാകണമെന്ന് യാചിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ല സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.